നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് പ്രേതം, പിശാശ്, ആത്മാവ് എല്ലാം ഭൂമിയിലുണ്ട്. ദൈവമുണ്ടോ, പ്രേതമുണ്ട്, പിശാശുണ്ട്, എല്ലാം ഉണ്ട്. അതിന് ഉദാഹരണമായിട്ടൊരു കാരണം പറയാനുള്ളത് കാന്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ട് വിജയിപ്പിച്ച ഒരു പടമാണ്. കന്നഡ പടമാണ്, നമ്മളെല്ലാവരും മലയാളത്തിൽ കണ്ടതാണ്. ഇപ്പോഴും ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ വിജയത്തെ തുടർന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേരാണ് അടുപ്പിച്ച് മരിച്ചത്. തൃശ്ശൂർക്കാരിലുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റായി അഭിനയിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരു ബോട്ട് മുങ്ങിയിട്ട് അതിലൊരാൾ മരിച്ചു. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ജീപ്പ് അവിടെ ഉണ്ടായി, അതിൽ കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റി. ഷൂട്ടിംഗ് സാധനങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നത്തിൽ കൂടിയാണ് കാന്താര 2 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാന്താര എന്ന് പറഞ്ഞാൽ അതൊരു ഐതിഹാസികത്തിൻ്റെ കഥയാണ്. തെയ്യക്കലാകാരന്മാരുടെ പ്രേതാത്മാക്കളുടെ കഥയാണ് ഈ പറയണത്. ഇപ്പോൾ ദൈവത്തിൻ്റെ കഥയാണ് പറയുന്നത് കാട്ടിൽ. ഞാൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അതിൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരാത്മാക്കൾ ഈ സിനിമയെ പിടികൂടിയിരിക്കുന്നത്. ഇതുകൊണ്ട് മാത്രമായില്ല, ഇനിയും ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷൂട്ടിംഗ് എത്രയും പെട്ടെന്ന് നിർത്തിവെക്കാനാണ് ഓർഡർ കിട്ടിയത്. പക്ഷേ അതെന്തായാലും ഉണ്ടാവില്ല. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഈ പല കാരണങ്ങളെ കൊണ്ട് ഈ പടം റിലീസ് ഡേറ്റ് മാറ്റി വെച്ചു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ റിലീസ് ഡേറ്റ് മാറ്റി വയ്ക്കുന്നു. അതിൽ ലൊക്കേഷനിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് അത് ആൾക്കാരെ അറിയിക്കാണ്ട് പല പ്രശ്നങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാന്താര സെറ്റിൽ പ്രേതങ്ങളുടെ ഒരു തേർവാഴ്ചയാണ് നടക്കുന്നത്. അത് മൺമറിഞ്ഞു പോയ കുറേ ആത്മാക്കളുണ്ട്. ഈ കലാകാരന്മാർ ഒരുപാടും ഈ തെയ്യം കെട്ടി ആടുന്ന കുറേ കലാകാരന്മാർ മൺമറിഞ്ഞു പോയിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ കഥയാണ് ഇവർ പറയാൻ പോണത്. ആ ദൈവത്തിൻ്റെ കഥ പറയണത് ഒരു കാരണവശാലും അത് ഇഷ്ടമല്ല. ആ ദൈവത്തിനും ആ ഗോത്രക്കാർക്കും ആ തെയ്യം കലാകാരന്മാർക്കും ഇഷ്ടമല്ല. മരിച്ചുപോയ ആൾക്കാരുടെ ദുരാത്മാക്കൾ വന്നിട്ടാണ് ഇവരെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് കാന്താര ടീം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ അപകടങ്ങളെല്ലാം വരുത്തി വയ്ക്കുന്നത് ഇതേ കലാകാരന്മാർ 1000-2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയുള്ള അവരുടെ ദുരാത്മാവാണ് നിങ്ങളെ വന്നിട്ട് ഈ ശല്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നായകനായാലും ഇതിൻ്റെ മറ്റുള്ള സാങ്കേതിക പ്രവർത്തകരായാലും നിങ്ങളെല്ലാവരും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ കാന്താര 2 നിങ്ങൾ ഉപേക്ഷിക്കുക. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള ഓരോ ദുർനിമിത്തങ്ങൾ നിങ്ങളുടെ സിനിമയ്ക്ക് തന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊന്നില്ലെങ്കിൽ ലൊക്കേഷൻ മാറ്റുക, നിങ്ങളൊന്നില്ലെങ്കിൽ അതിൻ്റേതായുള്ള കൃത്യമായിട്ട് അതിൻ്റെ എന്താണ് കാരണം, ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, നിങ്ങൾ എത്ര പ്രിക്കോഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താ കാരണങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ വിശദമായിട്ടൊന്ന് അതിനെക്കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാരെ കൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചില്ലെങ്കിൽ ഇനി ഇതുപോലെ പ്രേതാത്മാക്കളും ദുരാത്മാക്കളും ദൈവങ്ങളും നിങ്ങൾ ഈ പറയുന്ന ദൈവങ്ങളൊക്കെ കൊട്ടിയാടി നിങ്ങളെ വന്ന് ശല്യം ചെയ്യും. ഇപ്പം നമ്മൾക്ക് തന്നെ കണ്ടതാണ് അതിലത്തെ നായകൻ. അദ്ദേഹം ഈ തെയ്യം ഇതിൻ്റെ ഈ വേഷം കെട്ടിയിട്ട് അദ്ദേഹം കിടന്ന് ഓളി കിട്ടണം നോക്കി നിങ്ങൾ. അത് അഭിനയമല്ലത്. അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രേതാത്മാക്കൾ കയറിയിട്ട് അദ്ദേഹമാണ് കാണിക്കുക. ആ പ്രേതാത്മാവാണ് കിടന്ന് കാണിക്കുന്നത്. നമ്മൾ പോലും തിയേറ്ററിലിരുന്ന് ഭയന്ന് വിറച്ചിട്ടുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഓളി കേട്ടിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേലിൽ ഏതോ ഒരു ദുർശക്തി കയറണ്. ആ ദുർശക്തി തന്നെയാണ് ഈ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണം. ഇനി ഇതുപോലെയുള്ള ആത്മാക്കൾ നിങ്ങളെ ഓരോരുത്തരുടെയും ശരീരത്തിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. എല്ലാവരും നിങ്ങൾ ഒരു വലിയൊരു മന്ത്രവാദമോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങളവിടെ ലൊക്കേഷനിലുള്ള എല്ലാവരും ഒരു കറുത്ത ചരട് ബന്ധസ്ഥനാക്കുക. എല്ലാവരും കറുത്ത ചരട് കെട്ടുക. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വിലക്കുക. ഒരു ദുരാത്മാക്കൾക്കും നിങ്ങളുടെ ലൊക്കേഷനിൽ കടന്നു വരാത്ത രീതിയിൽ പഴുതുകൾ അടച്ചുള്ള ഷൂട്ടിങ് തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു അപകടം ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേതം പിടിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.